blessings. I hope everyone is doing really great. It's been so long since I've created a lengthy video on YouTube, so I thought of sharing a cute glimpse of my life now. സോ എനിക്ക് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അതായത് കുറച്ച് കുക്കിങ്ങും അങ്ങനത്തെ കുറച്ച് സ്റ്റഫൊക്കെയാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അതൊക്കെയുള്ള ഫുഡ് സ്റ്റോറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ കിച്ചണൊക്കെ നല്ല മെസ്സിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യണം മൊത്തത്തിൽ. പിന്നെ എനിക്ക് ഷവർ ചെയ്യണം, പിന്നെ കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണത്. ഐ ഹോപ്പ് സോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ ലെഫ്റ്റ് ഓവേഴ്സ്, ടീപോട്ട്, ഒഴിഞ്ഞു പോയ പാത്രം, ലൈക്ക് വാട്ടർ ബോട്ടിൽ എല്ലാമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഫ്ലവർ എന്താണെന്നറിയോ? ഇത് ഞാനിപ്പോൾ ഇന്നലെ ഞാൻ പുറത്തു പോയി നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് ചെടികളൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ വെച്ചിട്ടുള്ള ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ പോട്ടിൽ അത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ ചെയ്താണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കണം. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ്, ഈ ഒരു കോഴിക്കുട്ടൻ ഞാനിപ്പോൾ ഇന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നത്. ഇവനെ നമുക്ക് ഒന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നേരെ ഓവനിലോട്ട് കയറ്റണം. അപ്പോഴത്തേക്കിനും നമ്മുടെ ചോറൊന്ന് വേവിക്കണം. അതിനുശേഷം നമുക്ക് ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ ഞാനിപ്പോൾ ഇന്ന് വാങ്ങിച്ചു വന്നതാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് കാണിക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടത്. ഇത് ഈ ഒരു സ്റ്റോറേജ് ബോക്സസ് ഉണ്ടല്ലോ, ഇത് ഞാൻ ടെമൂന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ UK അതുപോലെ തന്നെ സൗദി അറേബ്യ, അങ്ങനെ കുറേ ഗൾഫ് കൺട്രീസിലൊക്കെ നമുക്ക് ആ ഒരു ആപ്പ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഇല്ല തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയതാണ്, ഓഫറിൽ വന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ ഇതാണ് കേട്ടോ, നല്ല വെയിലാണ്. സമയം ഇവിടെ ഒരു 6:45 ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല വെയിലാണ് കേട്ടോ. ഞാൻ ഇന്നലെ അലക്കിയിട്ടുള്ള തുണിയാണ് കേട്ടോ, താഴെ വീണ് കിടക്കുന്നുണ്ട്, അതൊന്ന് എടുത്തേക്കണം. ഇതാണ് നമ്മുടെ ലോഞ്ച്. ഇവിടെ നിന്ന് നോക്കിയാൽ പുറത്ത് എപ്പോഴും ആൾക്കാരായിരിക്കും കേട്ടോ. എല്ലാ സമയവും ആൾക്കാരുണ്ട്, കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ദിസ് ഈസ് ഇറ്റ്. ആൻഡ് ദിസ് ഫ്ലവർ ഐ ബോട്ട് യെസ്റ്റർഡേ. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിച്ചതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ? നമ്മുടെ ഈ ലോഞ്ചൊക്കെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് സെറ്റാണ് കേട്ടോ. ഇതൊരു കുഞ്ഞ് ഹോം ടൂർ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവനാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എൻ്റെ ഫേവറേറ്റ് മിററാണ്. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഡോറ് ലോക്ക് ചെയ്യും കേട്ടോ. ഈ ഡോറ് മാത്രമല്ല, ഈ ഡോറും ഞാൻ ലോക്ക് ചെയ്യും. കാരണം കുക്കിംഗ് സ്മെല്ല് നമ്മുടെ റൂമിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലോക്ക്ഡാണ്. ഐ ലോക്ക് ദ സെക്കൻഡ് ഡോർ ടു. സോ now we can start our cooking. നമ്മുടെ നെയ്ബർഹുഡിലുള്ളൊരു ഡോഗ് ഉണ്ട് കേട്ടോ. അത് എപ്പോഴും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് എനിക്ക് ഭയങ്കര റിലീഫാണ്, എനിക്കിഷ്ടമാണ്. അങ്ങനെ ഡോഗ്സ്, ക്യാറ്റ്സ്, അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഗ്ലാസ് എല്ലാം ഇതുപോലെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് വി ഹാവ് അവർ സ്പൈസസ് ഹിയർ, ലോട്ട്സ് ഓഫ് സ്പൈസസ്. ഇവിടെ കോഫി പൗഡേഴ്സ്, ടീ പൗഡേഴ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് ദ സ്പേസ് where we eat our food. ഇത് ആക്ച്വലി ഫ്രൂട്ട്സൊക്കെ വയ്ക്കുന്ന ഒരു സ്പേസാണ്. പക്ഷേ ഫ്രൂട്ട്സ് എല്ലാം തീർന്നു പോയി. അപ്പോൾ ഞാനുള്ള കുക്കീസും കേക്കൊന്നും വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ദാറ്റ്സ് ഫൈൻ.
ഇത് നമ്മുടെ ബിൻസാണ്. മേലെയുള്ളത് ഫുഡ് ബിന്നും താഴെയുള്ളത് റബ്ബിഷ് പ്ലാസ്റ്റിക് ബിൻസാണ് കേട്ടോ. നൗ ഐ എം ഗോണ മേക്ക് ബ്രിഞ്ചാൾ. നല്ലൊരു വഴുതന ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടല്ല കേട്ടോ കട്ട് ചെയ്യണേ, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഞാനിങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്നാവും. മാത്രമല്ല ഭയങ്കര ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എപ്പോഴും ഈ ഒരു വഴുതന ഉപ്പേരി കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതുപോലെ കഷ്ണം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഒരു ചെറിയൊരു ഉള്ളി, സവോളയും ഈ 2 പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കും, കടുക് പൊട്ടിച്ചിട്ട്. അങ്ങനെ ഞാൻ അടച്ചു വെച്ചിട്ട് അത് വേവും. അത്രയേ ഉള്ളൂ നമ്മുടെ വഴുതനപ്പേരിയുടെ കേസ് കേട്ടോ. ഇനി നമുക്കൊരു തുള്ളി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം കേട്ടോ. Let's go. നമ്മൾ 6-ലെയാണ്, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഒറ്റ വിസിൽ മതി. ഒറ്റ വിസിൽ വന്ന് നമ്മുടെ ചോറ് റെഡിയാണ്. ഉപ്പേരി എന്തായി നോക്കാം. വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ടൈം എടുക്കും. ഈ കുട്ടനെ നമുക്കിനി ഒന്ന് വരഞ്ഞെടുക്കണം. വരഞ്ഞിട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മസാല തേച്ചു ഇനി നമുക്ക് ഓവനിലേക്ക് കയറ്റാം കേട്ടോ. നമ്മുടെ മോരുകറിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഐസ്ക്രീമാണോ എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. നമുക്ക് കുറച്ച് പുളി കുറവുള്ള യോഗേർട്ടാണിത്. പുളി കുറവുള്ളതുകൊണ്ടാണ് ഞാൻ തക്കാളി അത്ര എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം മിക്സ് ആക്കി എടുക്കണം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു മിക്സായി. കുറച്ചും കൂടെ ഒന്ന് കട്ടി വേണമായിരുന്നു കേട്ടോ. കൺസിസ്റ്റൻസി എങ്കിലായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരിക. നമ്മുടെ മോരുകറി റെഡി ആയി. അവർ കോഴിക്കോട്ടാണ് റെഡി. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പുറത്തേക്ക് എടുക്കുന്നില്ല, ഓഫാക്കി ഇവിടെ തന്നെ വെക്കുകയാണ്. കാരണം മോർണിംഗ് അല്ലേ കഴിക്കുന്നുള്ളൂ. എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം എന്തായി എന്നുള്ളത്. വേവായിട്ടുണ്ട്.
ഫോർക്ക് വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ അതെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചോറും ഉപ്പേരിയും മോരുകറിയും പിന്നെ ഓവനിൽ നമ്മളെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. കിച്ചൺ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പൊടി പോലുമില്ല. സ്പേസസ് so aesthetic. See, everything is so clean now. I love these lights. ഇപ്പോൾ ഔട്ട്സൈഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഹായ്, എല്ലാവരും കിടന്നെന്നാണ് തോന്നുന്നത്. തുണിയുണ്ട് പുറത്ത്. താഴെ വീണ് കിടക്കുന്ന തുണിയുണ്ട് നോക്കിയിടാം. ഓ ഷിറ്റ്. ഇതാണ് നമ്മുടെ പുറത്തത്തെ ഒരു വ്യൂ. ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ. തുണിയൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഇനി എനിക്ക് ഷവർ ചെയ്യാനുണ്ട്, സ്കിൻ കെയർ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ. കുക്കിംഗ് സ്മെല്ല് പോകാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് ഞാൻ ഈ വിൻഡോ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഡോർ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഡോറ് എല്ലാവരും ഭയങ്കര സൈലൻസ് ആണ്. നെയ്ബർഹുഡെല്ലാം ഉറങ്ങി. നമ്മുടെ സെൻസർ ലൈറ്റ്സ് ആണ് കേട്ടോ. So this is our room. കുറച്ച് സാധനങ്ങളൊക്കെ മെസ്സായിട്ട് കിടക്കുകയാണ്, ആരും മൈൻഡ് ചെയ്യണ്ട. This is my makeup space and all. Yeah, this is it. This says good night, so I have to take shower and ഞാൻ നല്ല ലേറ്റായി പോയി. ഒരു ലവ് തീം കാണുന്നില്ലേ? നമ്മുടെ ബാക്ക് യാർഡിൽ കാണുന്ന ലൈറ്റ്സ് ആണ് കേട്ടോ ഇത്.
ഇപ്പം ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 11:28 ആയിട്ടുണ്ട്. എല്ലാവരും കിടന്നു, ഉറങ്ങാനുള്ള സമയമായി. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. അതാണ് ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ. എല്ലാവരും കിടന്നു. പ്രത്യേകിച്ച് ഈ ഒരു നെയ്ബർഹുഡിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ രാവിലെയൊക്കെ കലപിലായിരിക്കും, പക്ഷേ നൈറ്റ് ആവുന്ന സമയത്തേക്ക് ഭയങ്കര പീസ്ഫുൾ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇന്നിപ്പോൾ ഞാൻ അധികം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഒരു ഇഷ്ടമുള്ള ഒരാളാട്ടോ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിന് കുറേ നെഗറ്റീവ്സ് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ഇഷ്ടങ്ങളാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്, മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മെഴുതിരി കഴിഞ്ഞു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. പിന്നെ എന്തെങ്കിലും ഇംപ്രവൈസേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാം, മടിക്കണ്ട. അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോസ് ആൻഡ് സോങ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. Thank you so much for watching, guys. Bye bye. Love you. Take care. Bye bye. Keep supporting.